അപ്പോഴേ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ബേസിക് സ്പോഞ്ചിൻ്റെ റെസിപ്പിയാണ്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പാലും ഓയിലും ബട്ടർ മിൽക്കും കോൺഫ്ലോറും ഒന്നുമില്ലാതെയാണ് ഈ ഒരു ബേസിക് സ്പോഞ്ച് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണെന്ന്. ഇത് ബ്ലൂ വെൽവെറ്റിൻ്റെ ബേസിക് സ്പോഞ്ചിൻ്റെ റെസിപ്പിയാണ്. ഇത് ക്രീം വെച്ച് നിങ്ങൾക്ക് പുറത്തേക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു കേക്ക് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനു മുന്നേ ഞങ്ങളുടെ ചാനലിൽ കുറച്ച് ബേസിക് സ്പോഞ്ചിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ബ്ലൂ വെൽവെറ്റ് കേക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണെന്ന്. ഒരു ബൗളിലോട്ട് നമുക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ട പതപ്പിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ, എങ്കിൽ മാത്രമേ സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. മുട്ടയും ഒരു മുട്ടയുടെ വെള്ള. മുട്ട പതപ്പിക്കുമ്പോൾ മുട്ടയുടെ കൂട്ടത്തിൽ പഞ്ചസാരയും അതുപോലെ തന്നെ എസൻസും ഒന്നും ചേർക്കല്ലേ. ഇതുപോലെ വേണം നമ്മുടെ മുട്ടയുടെ മിക്സ് കിട്ടാനായിട്ട്. ഞാൻ വീഡിയോ നല്ലതുപോലെ കാണിക്കുന്നുണ്ട് വിസ്കിന്. കണ്ടോ, ഇതേപോലെ വേണം നമ്മുടെ മുട്ട മാത്രം പതപ്പിക്കുമ്പോൾ കിട്ടാൻ. ഇനിയാണ് പൊടിച്ച പഞ്ചസാര മുട്ടയിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് മുട്ടയും പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ വീണ്ടും നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഒരു ക്രീമി രൂപത്തിൽ കിട്ടണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കളർ ആഡ് ചെയ്യാം. ബ്ലൂ കളറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കളർ ഇത്രത്തോളം വേണം, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തോട്ട് കളർ ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ള, 1/4 കപ്പ് മൈദ പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദ. ഇതിന് നമുക്ക് വാനില എസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു